കർത്താവിന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൃപയാല് ദൈവത്തിന്റെ വലിയ ആ പദ്ധതിയിൽ തന്നെ വാസ്തവത്തില് വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗം ഇന്ന് പഠനം ആരംഭിക്കുവാനായിട്ട് ദൈവം പ്രേരണ തരികയും മാത്രമല്ല ഇത്രയും സാഹചര്യം ഒരുക്കി തരികയും ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിന്റെ വിലയേറിയ നാമത്തില് ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം പഠിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പ്രാരംഭമായി ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചോളട്ടെ. നാളെ വരുന്ന പത്രത്തിലെ വാർത്തയെക്കാട്ടിൽ വാസ്തവത്തിൽ ഏറ്റവും പുതുമയുള്ള വാർത്തകൾ മനുഷ്യന്റെ കരത്തിൽ ദൈവം എഴുതി തന്നൊരു ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. മനുഷ്യനെല്ലാം ഭാവിയെ അറിയുവാൻ വളരെ തൽപരനാണ്. എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു മാഗസിനിൽ അതിൻ്റെ തലക്കെട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇന്ത്യയിലെ ഭാവി അറിയാൻ വേണ്ടി 40,000 കോടി രൂപ ഒരു വർഷം ചെലവഴിക്കുന്നുണ്ട്. ആസ്ട്രോളജേഴ്സിന്റെ അടുക്കലും അതുപോലെ ഭാവി പറയുന്നവരുടെ അടുക്കലും ഏകദേശം 40,000 കോടി രൂപ ഇന്ത്യയിൽ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഭാവി അറിയാനായിട്ട് എത്രയോ ജിജ്ഞാസയുള്ളവനാണ്. ബൈബിള് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിള് വളരെ പ്രധാനമായി മനുഷ്യന്റെ ജിജ്ഞാസയ്ക്ക് അറുതി വരുത്തുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നത്. ഈ വെളിപ്പാടുകളുടെ പൂർത്തീകരണമാണ് വാസ്തവത്തിൽ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവമാണ് കനിഞ്ഞ് ഈ വിഷയം നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്നാൽ നമ്മൾ ഇതിന്റെ ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ പുറകോട്ടിറങ്ങി ചിന്തിക്കുമ്പോൾ വാസ്തവമായി 1800 വർഷങ്ങളോളം, അതായത് ഈ പുസ്തകം എഴുതിയ ശേഷം ഏതാണ്ട് 18 നൂറ്റാണ്ടുകൾ ഈ ഗ്രന്ഥം അടഞ്ഞ ഒരു പുസ്തകമായിരുന്നു. ഈ പുസ്തകം അധികം ആരും പഠിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മളൊന്നുകൂടെ ലളിതമായി ചിന്തിച്ചാൽ സാധാരണ മത്തായിയുടെ സുവിശേഷം വായിച്ചു തുടങ്ങിയാൽ യൂദായുടെ ലേഖനം വരെ വായിച്ചു നിർത്തും. വെളിപ്പാട് പുസ്തകം സാധാരണ വായിക്കാറില്ലായിരുന്നു. ഇതിനൊരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഏറിയ പങ്ക് വിശ്വാസികൾക്കും അല്ല സഭാചരിത്ര കാലയളവിലും ഇതൊരടയ്ക്കപ്പെട്ട ഗ്രന്ഥം പോലെ ആയിരിക്കുകയായിരുന്നു. ഈ ഗ്രന്ഥം വാസ്തവത്തിൽ പഠിക്കുവാനും മനുഷ്യന് മനസ്സിലാക്കുവാനും സാധിക്കുവാനായിട്ട് തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടിയാണെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അധികം നാളായിട്ടില്ല ഈ പുസ്തകം വേണ്ടവണ്ണം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. വളരെ ലളിതമായൊരു തെളിവ് ഞാൻ പറയാം. ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കും. ഈ പുസ്തക ശേഖരങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ മുമ്പ് എഴുതിയത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 1611 എഴുതിയ ഗ്രന്ഥമുണ്ട്, 1611. എന്നാൽ ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ അധികം മുമ്പ് കിട്ടിയിരുന്നില്ലേ. എന്നാൽ ഇന്ന് ഏത് ക്രിസ്ത്യ ബുക്ക് ഷോപ്പിൽ ചെന്നാലും ഏറ്റവും അധികം സുലഭമായിരിക്കുന്ന ഒരു ഗ്രന്ഥം വെളിപ്പാട് പുസ്തക വ്യാഖ്യാനമാണ്. എൻ്റെ കയ്യിൽ തന്നെ ഏകദേശം 18 or 20 അധികം വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങൾ തന്നെ എൻ്റെ സ്വന്തം ശേഖരത്തിൽ എൻ്റെ കയ്യിലുണ്ട്. എന്ന് ഞാൻ പറഞ്ഞത്, അത്രയധികം ഈ പുസ്തകം ഇന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകൾ, അതായത് 18 നൂറ്റാണ്ടുകളോളം ഇതെന്തുകൊണ്ടാണ് ഒരു അടഞ്ഞ ഗ്രന്ഥമായി ഇരുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, ഈ പുസ്തകത്തെക്കുറിച്ച് ഓർത്താൽ ഈ പുസ്തകം വേദപുസ്തകത്തിൽ ഏത് ഭാഗം വായിച്ചാലും ദൈവം നമുക്കൊരു അനുഗ്രഹം തരുന്നുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിന് മാത്രമേ ഒരു ബ്ലെസ്സിങ് പ്രൊനൗൺസ് ചെയ്തിട്ടുള്ളൂ, അതൊരു അനുഗ്രഹം ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണമായിട്ട് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് നമ്മൾ കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഈ പുസ്തകം വായിക്കുക, വായിച്ചു കേൾപ്പിക്കുക, പ്രമാണിക്കുക, അവര് ഇവിടെ എഴുതിയിരിക്കുന്നു, അവര് ഭാഗ്യവാന്മാരാണെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതുപോലെ അനുഗ്രഹം പ്രൊനൗൺസ് ചെയ്ത ഒരു വേദഭാഗം വേറെ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ ഒന്നും കാണുന്നില്ലേ. ഏത് പുസ്തകം വായിച്ചാലും ദൈവം അതിന്റെ അനുഗ്രഹം തരുന്നെങ്കിലും ഈ പുസ്തകത്തിനൊരു പ്രത്യേക ബ്ലെസ്സിങ്സ് ദൈവം അവിടെ മുമ്പ് പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ബ്ലെസ്സിങ്സ് പ്രൊനൗൺസ് ചെയ്തിരിക്കുമ്പോൾ, ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പുസ്തകം ഇതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രത്തോളം മനുഷ്യൻ പരിശോധിക്കാതെ പഠിക്കാതിരുന്നത്
എന്ന് ശ്രദ്ധേയമായ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാം പ്രാരംഭമായി ആ വാക്യം വായിച്ചതുകൊണ്ട് ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു പോട്ടെ. ഇന്ന് നമ്മൾ ഇത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ആ വാക്യത്തെക്കുറിച്ച് ഒരു വാക്കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം എഴുതിയ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരികയാണ്. ദൈവം വാസ്തവമായ ഒരു അനുഗ്രഹം പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഒറിജിനൽ ഭാഷയിൽ അത് പഠിച്ചാൽ ഹാപ്പി എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം. അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് ബ്ലെസ്സഡ് ആർ ദ പൂർ ഇൻ ദ സ്പിരിറ്റ് ഫോർ ദേർ ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അവിടെ എഴുതിയിട്ടുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് മൂലഭാഷയിൽ അത് വിവർത്തനം ചെയ്യാം. ഹാപ്പി ഈസ് ദ പേഴ്സൺ ഹു ഈസ് ഇൻ ദ പൂർ ഇൻ ദ സ്പിരിറ്റ്. അതായത് ആത്മാവിൽ ദരിദ്രരായവര് സന്തോഷമുള്ളവരാണെന്ന കർത്താവ് സന്തോഷം എങ്ങനെ അനുഭവിക്കാമെന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞത്. ഇവിടെ ഈ പുസ്തകത്തിന്റെ ആരംഭ സമയത്തും പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത് ബ്ലെസ്സഡ്നെസ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. മനുഷ്യന് ഭൗമികമായ കാര്യങ്ങളെ കൊണ്ട്, ഈ ലോകത്തിന്റെ നേട്ടങ്ങളെ കൊണ്ട്, ഈ ലോകത്തിന്റെ സുഖങ്ങളെ കൊണ്ടൊന്നും അവൻ ഒരിക്കലും ഒരു ഹാപ്പിനെസ് ഉണ്ടാകത്തില്ലേ. അവൻ ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ആ ദൈവത്തിന്റെ അരുളപ്പാടുകളെ മനസ്സിലാക്കുകയും ദൈവം അവന് കരുതിയിരിക്കുന്നത് അവൻ ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് വാസ്തവമായ അവനൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത് എന്ന് ഇതിന്റെ ആരംഭത്തിൽ ദൈവം പറയുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നും ലോകത്തിലുള്ള മനുഷ്യരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും കുടിച്ച് ദാഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പുറകെ അവൻ ഉഴന്നു നടക്കുമ്പോൾ ഭക്തന്മാർ പാടിയ പോലെ നിന്റെ സന്നിധി മതി ഹാ യേശു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയുടെ സുഖം അനുഭവിച്ചറിയുവാനായിട്ടുള്ള ആ ബ്ലെസ്സഡ്നെസ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, റോമലേഖനം 14-17 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വിഭാവനം ചെയ്ത രാജ്യം, ദാറ്റ് സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ രാജ്യം, ആ രാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. വാസ്തവത്തിൽ നമുക്ക് മാത്രമേ അത് അനുഭവിക്കാൻ കഴിയുള്ളൂ. ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമാണ് ഈ പുസ്തകത്തിൽ ദൈവം പ്രൊനൗൺസ് ചെയ്തത്. ഈ പുസ്തകം വായിക്കുകയും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം അതിന് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തർക്കമില്ല. മാത്രമല്ല, ആ പുസ്തകം അവസാനിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കി. ആ പുസ്തകത്തിന്റെ ആരംഭത്തിലും ആ പുസ്തകം അവസാനിക്കുമ്പോഴും ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഹി ഈസ് ബ്ലെസ്സഡ് ഓർ ഹി ഈസ് എ ഹാപ്പി പേഴ്സൺ. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിലും ഈ പുസ്തകത്തിന്റെ അവസാനത്തിലും ദൈവം മനുഷ്യന് ഒരു പ്രത്യേക സന്തോഷം, അനുഗ്രഹം, ബ്ലെസ്സഡ്നെസ് ഈ പുസ്തകം പഠിക്കുന്നത് കൊണ്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ചിന്തിച്ചപ്പോൾ, വായിച്ചപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർത്തു, അതുകൂടെ പറഞ്ഞ് കടന്നു പോകാം. ഈ പുസ്തകത്തിന് ഒരു അനുഗ്രഹം കൽപ്പിച്ചിരിക്കുമ്പോൾ, ഈ പുസ്തകം പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു ശാപം കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യം നമ്മൾ നോക്കാം. 18-19 വാക്യം. 22-ാം അധ്യായത്തിന്റെ 18-10. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്നവനോട് ഞാൻ സാക്ഷീകരിക്കുന്നെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. നോക്കിയേ, ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഒരു ശാപം കൂടെ പറയുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനെ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ അവന് സന്തോഷം പരിപൂർണതയുള്ളതാക്കി ദൈവം തീർക്കുമെന്ന് ദൈവം അവിടെ കൽപ്പിച്ചിരിക്കുമ്പോൾ ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ, ആരെങ്കിലും ഇതിനെ വാസ്തവത്തിൽ കൂട്ടിയാൽ, ഞാൻ ഓർത്തു, കർത്താവേ, ഈ വിധത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 5:18 വായിക്കുന്നു, എന്റെ ഈ വചനങ്ങളിൽ ഏറ്റവും ചെറിയതൊന്ന് അഴിച്ചങ്ങനെ പഠിപ്പിച്ചാൽ സ്വർഗരാജ്യത്തിൽ അവൻ ചെറിയവനെന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നു, ഇതിൽ നിന്ന് ആരെങ്കിലും നീക്കിയാൽ, ഇതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ദൈവം എന്ത് ചെയ്യുമെന്നുള്ളതോടെ പറയുന്നുണ്ട്. ഒരു ശാപം അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം അത്ര ഗൗരവപൂർണമായി, ദൈവം അത്ര മനുഷ്യനെ സ്നേഹിച്ചതിന്റെ ഫലമായി അവൻ അറിയുവാനുള്ളത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതിനോട് വാസ്തവത്തിൽ അടുത്തു വരുമ്പോൾ, ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർത്തു, ആ ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്, ഏറ്റവും വിശുദ്ധ പ്രതലത്തിൽ കാലുകുത്തുന്നത് പോലെ
ഭയത്തോടും ഭക്തിയോടും കൂടെ മാത്രമേ ഈ പുസ്തകം നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ഇത് വായിച്ചതുകൊണ്ട് ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് പറയട്ടെ. കാരണം ഇന്ന് ഈ പുസ്തകം നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും അധികം ക്രിട്ടിക്സ്, അതായത് അമിതകൃത്യപ്പുകാർ എതിർത്തിട്ടുള്ള ഒരു ഗ്രന്ഥം ഈ പുസ്തകമാണ്. ഞാൻ ഏത് തിയോളജിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണെന്ന് പറയുന്നില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു സെമിനാരി, അച്ഛന്മാരെ വാർത്തെടുക്കുന്ന ഒരു സെമിനാരിയുടെ അച്ഛൻ വന്ന് ഞങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത് ഈ വിഷയത്തെക്കുറിച്ച് എടുത്തപ്പോൾ ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം തെറ്റാണെന്നുമൊക്കെ പറഞ്ഞ് അവിടെ അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചപ്പോൾ നമ്മുടെ സഹോദരന്മാരാണ് അദ്ദേഹത്തോട് പോയി വാദിക്കാനായിട്ട് കടന്നുപോയത്. ഈ പുസ്തകം ഇന്ന് ഏറ്റവും അധികം ടാമ്പറിയൻ, അതായത് തെറ്റിദ്ധരിക്കപ്പെട്ട് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിരിക്കുമ്പോൾ ദൈവം അത് മുമ്പ് കൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഇതിൽ നിന്ന് ആരെങ്കിലും നീക്കിയോ ഇതിനോട് ആരെങ്കിലും ചേർക്കുകയോ ചെയ്താൽ ഇതിലെഴുതിയിരിക്കുന്ന ശാപം അവിടെ വരുമെന്നുള്ളത് ദൈവം എടുത്തു പറഞ്ഞത്. ഇത് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകാം. നമ്മളൊരു പ്രാരംഭമായി ഇന്നത്തെ ഒരു പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സദൃശ്യവാക്യം അതിന് 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവം എടുത്തു പറഞ്ഞൊരു ഭാഗമുണ്ട്. സദൃശ്യവാക്യം 30:6 ദൈവം പറഞ്ഞു, അവന്റെ വചനത്തോടുകൂടെ നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാവാൻ ഇടവരരുത്. ദൈവം വെളിപ്പെടുത്തിയ വചനത്തോടൊന്നും കൂട്ടാൻ പാടില്ലേ. വചനം പ്ലസ് അനുഭവങ്ങൾ, വചനം പ്ലസ് ട്രഡീഷൻസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ ഒന്നും അതിനോട് ചേർക്കാൻ പാടില്ല. ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു, എന്റെ വചനം എന്റെ വചനം, ആ വചനത്തോടൊന്നും കൂട്ടരുത്, അതിൽ നിന്നൊന്നും നീക്കിക്കളയരുത്. നമുക്ക് ആവർത്തന പുസ്തകം, പഴയ നിയമം യഹൂദന്മാരുടെ കയ്യിൽ ആ ദൈവത്തിന്റെ പ്രമാണങ്ങളെ കൊടുത്ത ശേഷം ദൈവം പറഞ്ഞ 2 വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയേ. ആവർത്തനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പഴയ നിയമ ഏടുകൾ, അതായത് ദൈവത്തിന്റെ പ്രമാണങ്ങൾ മോശയുടെ കരങ്ങളിൽ കൊടുത്ത് ഇസ്രായേലിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ആവർത്തനം 4:2, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ, അതേ പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് അതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. ദൈവം മുമ്പ് കൂട്ടി ആവശ്യപ്പെട്ടു, ദൈവത്തിന്റെ വചനത്തോടൊന്നും കൂട്ടുകയോ അതിൽ നിന്നൊന്നും കുറയ്ക്കുകയോ ചെയ്യരുത്. എന്നാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ ഇതിന്റെ 3-ാം വാക്യത്തിലും 22-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും പ്രത്യേക അനുഗ്രഹം ഇങ്ങനെ കൽപ്പിച്ചൊരു പുസ്തകം എന്തുകൊണ്ടാ? ഞാൻ ഓർപ്പിച്ച പോലെ യൂദായുടെ പുസ്തകം വരെ വായിച്ചിട്ട് വീണ്ടും മത്തായിയുടെ സുവിശേഷം തൊട്ട് വായിക്കാൻ മനുഷ്യൻ തുനിഞ്ഞത്, അതിന്റെ ഒരു കാരണം ഇതിനകത്ത് ഒരുപാട് ഇമേജറീസ് ആൻഡ് സിംബോളിസം, അതായത് രൂപകാലങ്കാരത്തിലും രൂപകത്തിലും ഒക്കെയാണ് ദൈവം ഇവിടെ സിംബൽസിൽ കൂടെ, അടയാളങ്ങളിൽ കൂടെ താൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അത് കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർപ്പിച്ച പോലെ മത്തായിയുടെ സുവിശേഷം 13 യേശുക്രിസ്തു എന്തിനാണ് ഉപമകളിൽ കൂടെ സംസാരിച്ചത്? ഉപമകളിൽ കൂടെ കർത്താവ് സംസാരിക്കുമ്പോൾ അനേക വാക്യങ്ങൾ അതോട് ചേർത്ത് പഠിക്കാനുണ്ട്. യെശയ്യാവ് മുതൽ മുമ്പ് കൂട്ടി പറഞ്ഞു, അവൻ ഉപമകളാൽ സംസാരിക്കും. എന്തിനു സംസാരിക്കും എന്ന് പറഞ്ഞു. മത്തായി 13 എടുത്തു പറഞ്ഞു, കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഈ രൂപകാലങ്കാരത്തിൽ, സിംബോളിസത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ, ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ, ഈ ഉപമകളൊക്കെ മനുഷ്യന് മനസ്സിലാക്കാതിരുന്നപ്പോൾ, ഇതറിയുവാൻ ആഗ്രഹിച്ച് കൊതിച്ചവന്റെ അടുക്കൽ വന്ന ഒരു ശിഷ്യനെയും അവൻ നിരാശപ്പെടുത്തിയില്ല. അവനത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. കർത്താവോട് പറഞ്ഞ പോലെ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് സന്ധ്യയില് ദൈവസന്നിധിയിൽ ഈ പുസ്തകം പഠിക്കാൻ അടുത്തു വന്നിരിക്കുന്നവരോട് ദൈവം വാസ്തവത്തിൽ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം ആ ധന്യത നമുക്ക് തന്നു എന്നുള്ളതാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഈ സിംബൽസ്, അതായത് ഈ അടയാളങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറിയ പങ്കും, ഓൾമോസ്റ്റ് ഓൾ എന്ന് പറയാം, ആ സിംബൽസ് മുഴുവൻ ബൈബിളിൽ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ട് അതോടുള്ള ബന്ധത്തിൽ ആ പഠനം വന്നു വരുമ്പോൾ ദൈവജനത്തിന് അതിന്റെ പൂർത്തീകരണം, അതിന്റെ ആ പൊരുളിന്റെ പൂർത്തീകരണം വാസ്തവത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇവിടെ ഉദാഹരണമായിട്ട് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവിടെ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ ഒരു അടയാളമെന്ന്. ഒരു സ്വർഗത്തിലെ ഒരു അടയാളമെന്നേ പറഞ്ഞിട്ടുള്ളൂ, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. എന്നാൽ പഴയ നിയമത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ യോസേഫ് കണ്ട സ്വപ്നം നോക്കിയാൽ ആ സ്ത്രീ ആരാണെന്നുള്ളത് അവിടെ മനസ്സിലാകും. അത് ഇസ്രായേലായിരുന്നു. അങ്ങനെ നമുക്ക് ഈ പുസ്തകത്തിലെ പറഞ്ഞിരിക്കുന്ന സിംബൽസ് മുഴുവൻ, ഓൾമോസ്റ്റ് ഓൾ ദി സിംബൽസ്, മിക്ക സിംബൽസും നമുക്ക് വേദപുസ്തകത്തിന്റെ ഏടുകളിൽ നിന്ന് പെറുക്കിയെടുക്കാൻ കഴിയും. ആ പഠനം കൃത്യമായി കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അല്ലാതെ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കുമെന്ന് സംശയിക്കുക പഠിക്കാതെ നമുക്കത് കൃത്യമായി പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് നമ്മൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നമ്മെ ഉണർത്തും, നമ്മളെ വാസ്തവമായി ആത്മീയമായി ഉണർത്തും. നമ്മളെ കാര്യങ്ങളുടെ ഗൗരവം നമ്മളെ വാസ്തവത്തെ ദൈവം റിയലൈസ് ചെയ്യിപ്പിക്കും. ഒന്നാമത്, ദൈവിക പദ്ധതിയിൽ നമ്മൾ എവിടെ എത്തിയെന്നുള്ളത് ദൈവം നമ്മളെ മനസ്സിലാക്കി തരും. ദൈവത്തിന്റെ ടൈം ടേബിൾ, കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിനൊരു ടൈം ടേബിളുണ്ട്. പ്രിയ തമ്പിച്ചാൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തു, ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തു. കാലം അതിന്റെ അന്ത്യത്തിൽ വന്നുവെന്ന് ഒരു ദൈവവേദന പറയുവാൻ കഴിയും. ഈ പുസ്തകത്തിൽ എന്തിനാ ദൈവം ഈ പ്രവചനങ്ങൾ വെളിപ്പെടുത്തിയത്? ഇതൊരു പ്രവചന പുസ്തകമാണ്, പുതിയ നിയമത്തിലുള്ള ഏക പ്രവചന പുസ്തകമാണ്. മറ്റു പല ഭാഗത്തും പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്തിനാണ് അങ്ങനെ ഒരു പ്രവചന പുസ്തകം പറഞ്ഞത്? ദൈവിക പദ്ധതിയെ വേർതിരിച്ച് വകതിരിച്ച് മനസ്സിലാക്കി ഇവിടെ വരുന്ന ന്യായവിധിയുടെ ഗൗരവം മുഴുവൻ ദൈവം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് പഠിച്ചാൽ ഇത് ഇനിയും വരാൻ പോകുന്ന ഏതെങ്കിലും തലമുറയ്ക്ക് സംഭവിക്കാൻ വേണ്ടി എഴുതി വെച്ചതായിട്ടല്ല മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ പിടയ്ക്കേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 2000 വർഷം മുമ്പ് യോഹന്നാൻ എഴുതി വെച്ചത് ഇനിയും വരാനുള്ള ഏതോ ഒരു തലമുറയ്ക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങളെ മുമ്പ് കൂട്ടി എഴുതി വെച്ചിട്ടില്ല. വാസ്തവമായി ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു, തമ്പിച്ചാൻ പ്രാർത്ഥിച്ച പോലെ ആ തലമുറ നമ്മളും നമ്മുടെ മക്കളുമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളും നമ്മുടെ മക്കളുമാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ സ്നേഹിതരാണ്, നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ അടുത്ത അയൽവക്കക്കാരാണ്. അവരിത് അനുഭവിക്കാൻ പോവുകയാണ്. അല്ലാതെ ഇനി ഒരു വരാനിരിക്കുന്ന ദൂരെ കാണുന്ന ചില തലമുറയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഗൗരവമായി ഓർക്കണം. ഇവിടെയാണ് ഇത് പഠിക്കേണ്ട ആവശ്യവും ഇത് പ്രചരിപ്പിക്കേണ്ട ആവശ്യവും നമ്മുടെ ഭാഗത്തിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു കാര്യമാണ്. ഇത് ഈ തലമുറയിൽ സംഭവിക്കേണ്ട കാര്യമായിട്ട് ഏറിയ പങ്ക് ദൈവദാസന്മാരും വിശ്വസിച്ചിരിക്കുന്നു, കരുതിയിരിക്കുന്നു. നമ്മൾ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ഒരു ബൈബിളാണ് ഡോക്ടർ C.I. സ്കോഫീൽഡിന്റെ. 1903 ആണ് ഡോക്ടർ സ്കോഫീൽഡ് ആ പുസ്തകം എഴുതിയത്. തന്റെ ബൈബിളും അതിന്റെ ബൈബിളിനുള്ള ബന്ധത്തിൽ കമന്ററി ചെയ്തത് ഇന്നും ഉപദേശപരമായിട്ടും അതായത് പ്രവചനപരമായിട്ടും ഏറ്റവും അധികം തെറ്റുകൂടാതെ ഒരു ബൈബിൾ നമുക്ക് എടുത്ത് പഠിക്കാനുണ്ടെങ്കിൽ അത് ഡോക്ടർ C.I. സ്കോഫീൽഡിന്റെയാണ്. സ്കോഫീൽഡിന്റെ ബൈബിള് ഈ വെളിപാട് പുസ്തകത്തിന്റെ നോട്ട്സുകൾ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ്. ഞാൻ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ചോളട്ടെ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആദ്യം ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: The book is so written that as the actual time of these events approaches, the current events will unlock the meaning of the book. വാസ്തവമായി കാലഘട്ടം സമീപിക്കുമ്പോൾ ഈ സംഭവങ്ങൾ എന്താണെന്നുള്ളത് ചരിത്രം നമുക്ക് തുറന്നു തരും, മനസ്സിലാക്കി തരും. ഡോക്ടർ C.I. സ്കോഫീൽഡ് അത് എഴുതുമ്പോൾ താനും ഇത് മുഴുവൻ മനസ്സിലാക്കിയില്ല. വേണ്ട, നവോത്ഥാനത്തിന്റെ പിതാക്കന്മാരായ ലൂഥർ, സ്വിംഗ്ലി, കാൽവിൻ ഇവരുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇവർ ഈ പ്രവചന പുസ്തകം മനസ്സിലാക്കിയില്ല. നവോത്ഥാനത്തിന്റെ കാലഘട്ടങ്ങളിൽ ലൂഥറും സ്വിംഗ്ലിയും കാൽവിനും ഒന്നും ഈ പ്രവചന പുസ്തകം പഠിച്ചില്ലേ. അവർ പഠിക്കാഞ്ഞതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്കിത് പഠിക്കുവാൻ സമയമില്ലായിരുന്നു. ആ കാലത്ത് ക്രിസ്ത്യ സഭയുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കുവാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ട് ദൈവജനത്തെ വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചും മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഈ പ്രവചനങ്ങൾ പഠിക്കുവാൻ മാറ്റിവെക്കാൻ സമയമില്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഡോക്ടർ സ്കോഫീൽഡ് എഴുതിയ പോലെ കാലം അതിന്റെ ആ പ്രത്യേക സമയത്ത് വരുമ്പോൾ, ആ സംഭവങ്ങളോട് അടുത്തു വരുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും എന്നുള്ളത് പ്രവചന വിഷയങ്ങളെ സംബന്ധിച്ച് എത്ര സത്യമാണ്. ആ സത്യം വാസ്തവത്തിൽ അവർക്ക് വേണ്ടവണ്ണം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ പറയട്ടെ, ഈ പുസ്തകം ഈ വിധത്തിൽ ഇന്ന് പഠിക്കാൻ കഴിയുന്നത് അധികം നാളായിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ, ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ അധികം മുമ്പില്ലായിരുന്നു. എന്നാൽ ഇന്ന് ധാരാളമായ ഗ്രന്ഥങ്ങൾ ലഭ്യമായിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ചരിത്രത്തിന്റെ അവസാന നാളുകളിൽ എത്തിക്കഴിഞ്ഞ ഒരു തലമുറയാണ്. ലൂഥറിനും സ്വിംഗ്ലിക്കും കാൽവിനും
അതുപോലുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ദൈവദാസന്മാരായി ക്രിസ്ത്യ സഭയിൽ പ്രശോഭിച്ച ആ ദൈവദാസന്മാർ മനസ്സിലാക്കാതിരുന്നത് പിന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഡോക്ടർ സ്കോഫീൽഡ് പറഞ്ഞ പോലെ ആ കാലഘട്ടം അതിന്റെ ചുരുളുകൾ നിവർത്തപ്പോൾ അത് പുസ്തകത്തെ തുറന്നു തന്നതുപോലെ സംഭവങ്ങൾ അത് നിവർത്തിച്ചു വന്നപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇത് പ്രവചന പഠനത്തിൽ വളരെ പ്രാധാന്യതയുണ്ട്. ഞാൻ ഒരു വാക്യം കൂടെ അത് പറഞ്ഞതുകൊണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് കാണിച്ചു കൊള്ളട്ടെ. ദാനിയേലിന്റെ പുസ്തകം നമുക്കതും ഈ കാലഘട്ടത്തെ വിലയിരുത്തി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടിരിക്കും. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. അതിന്റെ 8 തൊട്ടുള്ള വാക്യം. ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ദാനിയേല് പ്രവചിച്ചു, ദാനിയേല് പറഞ്ഞു, ദാനിയേല് തന്നെ പറഞ്ഞു, ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞു, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങളെ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ടുമിരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദാനിയേൽ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നില്ലേ? യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്താകും? എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് ദൈവത്തോട് ദാനിയേൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ദാനിയേലെ, നീ ഈ പുസ്തകം അടച്ചോ, ഇത് നിനക്കുള്ളതല്ല. ഇത് നിനക്കുള്ളതല്ല. ഇത് ഞാൻ ഒരു പ്രത്യേക തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഭാഗമാണ്. ഈ പ്രവചനം ഞാൻ അന്ത്യകാലത്ത് വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നീ വിഷമിക്കേണ്ട, മുദ്രയിട്ടുകൊള്ളാൻ പറഞ്ഞു. ദാനിയേൽ മുദ്രയിട്ടു. ആ മുദ്ര ഈ തലമുറയിൽ ദൈവം തുറന്നു തന്നു. ഇന്ന് ഈ പ്രവചനങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, വാസ്തവത്തിൽ അത് ഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ട സൗരിസന്മാരോട് പറയട്ടെ, ഇത് മാത്രം മതി നമ്മൾ അവസാനത്തിന്റെ ആരംഭം കണ്ടവരാണെന്നുള്ളത് മനസ്സിലാക്കാൻ. ദൈവം ഇതിന്റെ മുദ്ര തുറന്നു തന്നു. ഇന്നിത് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നു. വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നെന്ന് മാത്രമല്ല, പലരും ശോധന കഴിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളാകുമ്പോൾ ലോകത്തിൽ ദുഷ്ടന്മാർ ഇത് ഗ്രഹിക്കാതെ പാപത്തിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ വിനയത്തോടുകൂടെ ദൈവം വെളിപ്പെടുത്തിയ ഈ ഭാഗങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിനയപ്പെടുക മാത്രമല്ല, നമ്മൾ ഓർത്തതുപോലെ പ്രായോഗിക വശത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിപ്പാനും നിർമ്മലീകരിപ്പാനായിട്ടും ദൈവം ഇടയാക്കിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു 4 കൂട്ടം കാര്യം കൂടെ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിന്റെ വാല്യൂ ഓഫ് സ്റ്റഡിങ് ദ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിന്റെ വാല്യൂ അല്ലെങ്കിൽ വില, അതിനെക്കുറിച്ച് 4 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ പുസ്തകത്തിലേക്ക് കിടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം എന്തുകൊണ്ട് പഠിക്കണം? നമ്മൾ ഓർത്ത ഒരു കാര്യം, ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ദൈവം, ഒരു പ്രത്യേക അനുഗ്രഹം ആ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. 2, എന്തിനാണ് ഈ പുസ്തകം പഠിക്കേണ്ടത്? രണ്ടാമതായിട്ട്, ഇറ്റ് റിവീൽസ് ഗോഡ്സ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇത് വായിച്ചു മനസ്സിലാക്കണം. 3, ഈ പുസ്തകം പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ പൂർണ്ണമായി ജ്ഞാനം നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയാക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പുസ്തകം മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റു ഭാഗങ്ങൾ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കാനോ പഠിക്കുവാനോ എത്ര ശ്രമിച്ചാലും നമുക്കത് പൂർണ്ണമായി ദൈവ വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് യേശുക്രിസ്തു മടങ്ങി വരുന്നു. യേശുക്രിസ്തു അവൻ തേജസ്സിൽ വെളിപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് മടങ്ങി വരുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ അതിന്റെ 11 തൊട്ട് വരുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു വെള്ളക്കുതിരപ്പുറത്തവൻ പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിലെ സൈന്യങ്ങൾ അവരെ അണിനിരന്ന് അവന്റെ വരവിന്റെ മഹത്വം, പ്രൗഢി, ആ മഹത്വ പ്രത്യക്ഷത 19-11 തൊട്ടാണ് വെളിപ്പെടുത്തുന്നത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് എത്രയോ ആവർത്തി പഴയ പുതിയ നിയമങ്ങളിൽ പറഞ്ഞിട്ട് അതിന്റെ പൂർത്തീകരണം, ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം വാസ്തവത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു അനുഗ്രഹം ദൈവം കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പുസ്തകം പഠിക്കേണ്ടത് ആവശ്യമാണ്. 2, ദൈവം മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവന്റെ ഭാവിയെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അത് പഠിക്കുവാൻ നാം കടമ്പെട്ടവരാണ്. 3, ദൈവിക വെളിപ്പാടിന്റെ, പ്രവചനത്തിന്റെ വെളിപ്പാടിന്റെ പൂർത്തീകരണം അവിടെ സംഭവിക്കുന്നു. 4, മനസ്സിലാക്കാനുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ കംപ്ലീഷൻ ഇവിടെയാണ് സംഭവിക്കുന്നത്. ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ പറയാം. ഉദാഹരണമായിട്ട് ഞാൻ ആ വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ലേ, പറഞ്ഞു വേണമെങ്കിൽ അങ്ങ് പോകാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ മനുഷ്യനെ ദൈവം ഒരു പറുദീസയിലാക്കി.
അവന് പറുദീസ നഷ്ടമായി. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ ദൈവം ഒരു പറുദീസയിൽ, ഒരു പാരഡൈസിൽ മനുഷ്യനോട് എത്തിയതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ വരുന്നത് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. മനുഷ്യന് ജീവവൃക്ഷത്തിന്റെ അംശം ദൈവം നീക്കിക്കളഞ്ഞു. 33:22-24 വരെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതവനെ പുറത്താക്കുമ്പോൾ, വെളിപ്പാട് 22:2 വരുമ്പോൾ ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. മനുഷ്യന്റെ റിബല്യൻ, ദൈവത്തോടുള്ള മറുതലിപ്പ്, മനുഷ്യന് ദൈവത്തോടുള്ള മറുതലിപ്പിന്റെ ആരംഭം 3-4 വെളിപ്പെടുത്തിയപ്പോൾ വെളിപാട് പുസ്തകത്തിൽ മനുഷ്യന്റെ സകല മറുതലിപ്പും അവസാനിക്കുന്ന നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ ആദ്യത്തെ കൊലപാതകം, ആദ്യം മദ്യപിക്കുന്നത്, ആദ്യം ദൈവത്തോട് മറുതലിക്കുന്നത് വെളിപ്പെടുത്തി മനുഷ്യന്റെ പരാജയങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ വെളിപ്പാട് പുസ്തകം 21:27 കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതും യാതൊരു മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ അതിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ. ഈ ലോകം അതിക്രമം കൊണ്ടും കൊലപാതകം കൊണ്ടും മദ്യപാനം കൊണ്ടും വെറിക്കൂത്തുകൾ കൊണ്ടും ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തി തന്നിട്ട് വെളിപാട് പുസ്തകം 22 വരുമ്പോൾ അശുദ്ധമായ യാതൊന്നും അവിടെ പ്രവേശിക്കില്ല, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ അവിടെ കയറുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് ആ പൂർത്തീകരണം വെളിപ്പാടിന്റെ ദൈവം തരികയാണ്. നമുക്ക് വെളിപാട് വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ 3-4 കരയുന്ന മനുഷ്യൻ, ആദമവ്വമാരുടെ ആദ്യത്തെ മകനെ കൊലപാതകം ചെയ്ത് അവരുടെ മുന്നിലിടുമ്പോൾ തീർച്ചയായിട്ടും അവർ കണ്ണുനീർ ഒഴിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കണ്ണുനീരിന്റെ കഥയാണ് അവിടം തൊട്ട് മനുഷ്യന്റെ ചരിത്രം മുഴുവൻ. എന്നാൽ വെളിപാട് പുസ്തകം 21:4 നമ്മൾ വരുമ്പോൾ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം നീക്കിക്കളയും. ഇനിയും ദുഃഖമില്ല, മരണമില്ല, മുറവിളിയില്ല. മനുഷ്യൻ എത്രയോ കരയുന്നു. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ കരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ഈ വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇനിയും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കരയാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ മനുഷ്യന് കൊടുക്കുന്ന ചിത്രം. 34:8 മനുഷ്യന്റെ ആദ്യത്തെ മരണം റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ഇനി മരണമില്ല എന്ന് വെളിപാട് പുസ്തകം 21:5 ഇനി മരണമുണ്ടാകില്ല. 33:15-18 വരെ വരുമ്പോൾ ശാപത്തിന്റെ ആരംഭം. ഭൂമി ശപിക്കപ്പെട്ടു, സ്ത്രീയെ ശപിക്കുന്നു എന്ന് വേണ്ട, സകലത്തെയും ശപിച്ച് ദൈവം ശാപഗ്രസ്തമാക്കി ഭൂമിയെ തീർക്കുന്നെങ്കിൽ വെളിപ്പാട് 22:3 നമ്മൾ കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 22:3 അവിടെ വായിക്കുന്നു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് 3 ആദ്യത്തെ 18 വാക്യങ്ങളിൽ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞെങ്കിൽ 20 വരുമ്പോൾ സർപ്പത്തെ, ആ മരണത്തെ, പാതാളത്തിലേക്ക്, ആ തീപ്പൊയ്യിലേക്ക് അവനെ തെള്ളിക്കളയുന്ന ചിത്രം നമ്മൾ കാണുകയാണ്. അവസാനമായി സാത്താനെ ബന്ധിച്ച് നരകാഗ്നിയിൽ തെള്ളിക്കളയുന്നതും സാത്താൻ ഡിഫീറ്റഡ് ആകുന്നതും 19:20 നമുക്ക് വായിപ്പാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച് വെളിപ്പാടുകളുടെ ആ പ്രോഗ്രഷൻ ആരംഭിച്ച് അവിടെ സംഭവിച്ച പരാജയങ്ങളും ദൈവിക പദ്ധതികളെ തകിടം മറിക്കുവാൻ സാത്താൻ ശ്രമിച്ച എല്ലാ ചരിത്രങ്ങളും എഴുതി വെച്ചിട്ട് അവസാനം ഈ ഗ്രന്ഥത്തിൽ വരുമ്പോൾ ആ ശാപം മാറി, മരണം മാറി, കണ്ണുനീര് മാറി, ദുഃഖം മാറി, എല്ലാം മാറി. ഒരിക്കൽ ദൈവം മനുഷ്യനോടുകൂടെ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി നടന്നെങ്കിൽ അവസാനം വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ ദൈവം കൊണ്ടുവരുന്നതും ഭൂമിയെ കൊണ്ടുവരുന്നതും ഈ പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് പ്രത്യേകം നോക്കാം. നമുക്കിനിയും ഈ പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഈ പുസ്തകത്തിന്റെ ഇൻട്രഡക്ഷനോട് ബന്ധത്തിൽ പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ആ ഇൻട്രഡക്ഷൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഇത് വെളിപ്പെടുത്തിയത് കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനാണ്. ഞാൻ പലപ്പോഴും അത് ഓർക്കാറുണ്ട്. ഈ പുസ്തകം പുതിയ നിയമത്തിൽ 27ാമത്തെ പുസ്തകമാണ്. പഴയ നിയമത്തിൽ 27ാമത്തെ പുസ്തകം ദാനിയേലിന്റെ പുസ്തകമാണ്. പഴയ നിയമത്തിൽ 27ാമത്തെ പുസ്തകം ദാനിയേലിന്റേതും പുതിയ നിയമത്തിൽ 27ാമത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകവുമാണ്. ഇവരെ രണ്ടുപേരെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേൽ, യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, ദാനിയേലിനെ കുറിച്ച് ഓർക്കുമ്പോൾ സ്വന്തം രാജ്യം വിട്ട് ബാബേലിൽ പ്രവാസിയായി കിടക്കുമ്പോൾ ആ അരുളപ്പാടുകളും വെളിപ്പാടുകളും കിട്ടി. യോഹന്നാനെ കുറിച്ച് നോക്കുമ്പോൾ അവനെ ഡൊമീഷ്യൻ ചക്രവർത്തി നാടുകടത്തി ഒരു കുറ്റവാളിയെ പോലെ ഏഹീൻ കടലിടുക്കിലെ
ആ പത്മോസ് എന്ന് പറയുന്ന കരിമ്പാറ നിറഞ്ഞ ആ ചെറിയ ദ്വീപിൽ അവൻ കിടക്കുമ്പോൾ ആ വെളിപ്പാട് ദൈവം കൊടുത്തു. ദാനിയേലിനും ഏകദേശം 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. യോഹന്നാനും ഏകദേശം 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരെയും വാസ്തവത്തിൽ നാടുകടത്തി. എന്നാൽ രണ്ടുപേർക്കും ദൈവം അവരോട് അടുത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ സാമീപ്യത്തിന്റെ അടുപ്പം അവർക്ക് കൊടുത്തു. അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ അവരനുഭവിച്ച ഏറ്റവും വിഷമമുള്ള സന്ദർഭങ്ങൾ ഈ സന്ദർഭമായിരിക്കും. വൃദ്ധനായ 90-95 വയസ്സുള്ള യോഹന്നാൻ, ആ വൃദ്ധനായ മനുഷ്യനെ ഡൊമീഷ്യൻ ചക്രവർത്തി മറ്റ് പത്രോസിനെയും അതുപോലെ തന്നെ പൗലോസിനെയും മറ്റ് ഓൾമോസ്റ്റ് എല്ലാ ശിഷ്യന്മാരെയും കൊന്നുകഴിഞ്ഞിട്ട് അവസാനം ഈ വൃദ്ധനായ മനുഷ്യനെ കൊല്ലുവാൻ പിടിച്ചിട്ട് കൊല്ലാതെ ഒരു കുറ്റവാളികളെ നാടുകടത്തുന്ന ഏഷ്യൻ കടലിടുക്കിലുള്ള പത്മോസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപ്, കരിമ്പാറകൾ നിറഞ്ഞ, യാതൊരു വൃക്ഷങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഗുഹകളും പാറകളും നിറഞ്ഞ ആ ദ്വീപിൽ കുറ്റവാളികളോടുകൂടെ ഈ ദൈവദാസനെ നാടുകടത്തി കിടക്കുമ്പോൾ തന്നെ ശുശ്രൂഷിപ്പാൻ ആരുമില്ല, ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, താൻ അവിടെ കിടന്ന് മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അവന്റെ സമീപം അടുത്തിയെന്നു ദൈവത്തിന്റെ പുത്രൻ. ആ പ്രിയപുരുഷനായ യോഹന്നാൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അവൻ സ്നേഹിക്കുന്ന സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം കാണുവാൻ അവന് ഭാഗ്യം കൊടുത്തു. ഒരുപക്ഷെ യോഹന്നാൻ പറഞ്ഞു കാണും, കർത്താവേ എന്നെ ഈ നാടുകടത്തിയതിന് നന്ദിയെന്ന് യോഹന്നാൻ പറഞ്ഞു കാണും. അവന്റെ മഹത്വം കാണുവാനും ആ ഭാവിയെ കാണുവാനും യോഹന്നാന് ഭാഗ്യം ലഭിച്ചപ്പോൾ അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ വാസ്തവത്തിൽ സാരമില്ല എന്ന് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ കഷ്ടങ്ങളും നിരാശകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മോട് അടുത്ത് നിൽക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. വേദനയുടെയും പ്രയാസത്തിന്റെയും ഏകാന്തതയുടെയും നിരാശയുടെയും നമ്മളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമുക്ക് അവന്റെ സാമീപ്യം വാസ്തവത്തിൽ അടുത്തറിയുവാനായിട്ട് കഴിയുന്നെന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്നും ഈ പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ നിന്നും നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. ഈ പുസ്തകം വീണ്ടും നമ്മൾ നോക്കിയാൽ 1-ാം വാക്യം നമുക്ക് നോക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്. ആ വാക്കിന്റെ അർത്ഥം മറന്നീക്കി കാണിക്കുക, അൺവെയിലിംഗ്, റിവീലിംഗ്, വെളിപ്പെടുത്തുക. മുമ്പുണ്ടായിരുന്നതും മനസ്സിലാക്കാഞ്ഞതുമായ ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ചിന്തിപ്പാൻ കഴിയും, കൺസീൽമെന്റ്, അതായത് മറച്ചു വെക്കുക. ഇരുട്ട് എന്ന് പറയുന്നത് മറയ്ക്കുന്നതാണ്, ഇരുട്ട്, ഡാർക്ക് കൺസീൽമെന്റ്. അതായത് സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇരുട്ടിന്റെ ഒരു അനുഭവം. ആ ഇരുട്ടിന്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മറച്ചു വെക്കുന്ന ഒരു അനുഭവമാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കാതിരിക്കാനായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ ആഹ്വാനം ചെയ്യുമ്പോൾ പറയുന്ന കാര്യം എന്താ? നിങ്ങളെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്, ദുഃഖിക്കാതിരിപ്പാൻ നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കൺസീൽമെന്റ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഫോർ ദ ഡെത്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സോറോ. ഈ മരിച്ചുപോയവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾ എന്റെ വീട് വിട്ടുപോയി, എവിടോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് അറിയാതിരുന്നാൽ ആകുല ചിന്തയും ഭാരവുമാണ്. എന്നാൽ എന്റെ മോന് ഇവിടെ വിട്ടുപോയി, എന്റെ അമ്മയുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ എന്റെ അപ്പന്റെ വീട്ടിലുണ്ട്, അവൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് എത്ര ആശ്വാസമാണ്. അതാണ് അവിടെ പറഞ്ഞത്, നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിപ്പാൻ നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. വാസ്തവത്തിൽ ആ ദുഃഖത്തിന് ആശ്വാസം ലഭിക്കുന്നത് അറിവാണ്. എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്താണ്? ലോകത്തിന്റെ മനുഷ്യൻ മരിക്കുമ്പോൾ അലറിക്കറിയുന്നതിന്റെ കാരണം എന്നാ? അവൻ അറിഞ്ഞുകൂടാ എന്താണ് ഇവന്റെ സ്ഥിതി, എന്താണ് ഇവൻ എവിടോട്ട് പോയി, ഒന്നും അറിയില്ല. ആ കൺസീൽമെന്റ്, ആ മറഞ്ഞിരിക്കുന്ന ഇരുട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ ഭയപ്പെടുത്തുന്നതാണ് മനുഷ്യനെ. ഏറ്റവും അവനെ പിടിക്കുന്ന ഒരു ഭയമാണ് ആ കൺസീൽമെന്റ് ഓഫ് ഡാർക്ക്നെസ്, അല്ലെങ്കിൽ ആ ഇരുട്ടിന്റെ പിടിച്ചു വച്ചിരിക്കുന്നതിന് നേരെ എതിരാണ് റെവലേഷൻ, വെളിപ്പെടുത്തലുകൾ. ദൈവം മറനീക്കി കാണിക്കുകയാണ്, വരിക എന്റെ പദ്ധതികൾ മുഴുവൻ നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മറനീക്കി കാണിക്കുന്ന പുസ്തകമാണ്. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ അനുഗ്രഹം എത്ര വലുതായിരിക്കും എന്ന് ചിന്തിപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ ഇവിടെ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള പോലെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു.
ഫിലിപ്പോസിനോടൊക്കെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. അവൻ അവിടെ വായിക്കുന്ന പോലെ ഈസ് ദ ഇമേജ് ഓഫ് ഗാഡ്. വാസ്തവത്തിൽ ദൈവമാനാണെന്ന് അറിയണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കണം. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാല് ടൈപ്പുകളിൽ ദൃഷ്ടാന്തത്തിലൂടെയൊക്കെ ദൈവത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അവിടെ മോശയൊക്കെ ദൈവത്തെ കാണണമെന്ന് പറഞ്ഞു. മോശ ദൈവം പാറയുടെ ഉള്ളിലാക്കി കൈകൊണ്ട് മറച്ച് ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പിൻഭാഗം കണ്ടുകൊള്ളാനൊക്കെ പറയുമ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള ആ മജസ്റ്റിക് ഒരു ഇത് മാത്രമാണ് അവർക്കൊക്കെ കിട്ടിയത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ മോറൽ ഗ്ലോറി, അവന്റെ സ്നേഹം, അവന്റെ ആർദ്രത, അവന്റെ കരുണ, ഇതൊക്കെ വെളിപ്പെടുത്തിയേ പുതിയ നിയമത്തിൽ വരുമ്പോഴാണ്. പഴയ നിയമത്തിൽ ഒരിക്കലും പിതാവേ എന്നവർ വിളിച്ചില്ല ദൈവത്തെ. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ചു, അബ്ബാ പിതാവേ. നമുക്ക് ആ വെളിപ്പാട് കിട്ടി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മസ്കറ്റിലായിരുന്നപ്പോൾ ഒരു വാസർമാൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ മുസ്ലിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഷണറി അവിടെ വന്ന് അദ്ദേഹം പ്രസംഗിക്കുവാനായിട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണമെന്ന് വിചാരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസംഗ വിഷയം കർത്താവ് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. സ്വർഗസ്വനായ എന്റെ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അന്ന് വാസ്തവത്തിൽ എന്റെ ഹൃദയം ഇരുന്നുരുകിയതുപോലെ, എന്റെ ഹൃദയം അങ്ങോട്ട് അലിഞ്ഞു ചേർന്ന പോലെ, എനിക്ക് അതുപോലെ സന്തോഷം അനുഭവിച്ച ചുരുക്ക സന്ദർഭങ്ങളുണ്ടായി. അതിലൊന്നായിരുന്നു അത്. അതുകൊണ്ടാണ് അത് ഇന്നും മറക്കാൻ നിൽക്കുന്നത്. അദ്ദേഹം ആദ്യത്തെ വാക്യമെടുത്തിട്ട് അദ്ദേഹം ഇസ്ലാം റിലീജിയനുള്ള ബന്ധത്തിൽ അവതരിപ്പിച്ചു. അവരുടെ കൺസെപ്റ്റിൽ, അവരുടെ ചിന്തയിൽ ഒരിക്കലും പിതാവ് എന്ന ദൈവത്തെ വിളിപ്പാൻ സാധിക്കുകയില്ല. അവരുടെ ബന്ധം ഒരു രാജാവ് അടിമ എന്നുള്ള ബന്ധമേ ഉള്ളൂ. അവർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഒരപ്പന്റെ ഹൃദയം ദൈവത്തിനുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തി, അവൻ പ്രതിഹൃദയമുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്, മനസ്സിലുള്ള പിതാവാണ്, നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മെ അറിയുന്നവനാണ്. ആ ദൈവത്തിന്റെ വെളിപ്പാടുകളെ, മോറൽ ഗ്ലോറി യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെ അവൻ വെളിപ്പെടുത്തി. ആ പിതാവിനെ വെളിപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചെന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിലേക്ക് അവൻ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്യിപ്പിച്ചിട്ട് ആ പിതാവിനെ വെളിപ്പെടുത്തിയ പുത്രന്റെ മഹത്വം പിതാവ് അൺവെയിൽ ചെയ്ത് കാണിക്കുകയാണ്. അന്ന് വരെ ലോകം തന്റെ പുത്രന്റെ മഹത്വം കണ്ടിട്ടില്ല. യോഹന്നാൻ കണ്ടില്ല, ശിഷ്യന്മാരൊന്നും കണ്ടില്ല. അവർക്കത് അൺവെയിൽ ചെയ്ത് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മാർവിൽ ചാരിയിരുന്ന യോഹന്നാൻ പോലും, നമ്മൾ അവനെ കുറിച്ച് വായിക്കുന്നു, മാർവിൽ ചാരിയിരിക്കുകയായിരുന്നു. ആ മാർവിൽ ചാരിയിരുന്ന യോഹന്നാൻ അവന്റെ മഹത്വം പൂർണ്ണമായി കണ്ടപ്പോൾ നാം അവസാന അധ്യായങ്ങളിൽ വായിക്കുന്നു, മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ആ യോഹന്നാൻ പോലും ചിന്തിച്ചില്ലേ, അവൻ സ്നേഹിച്ച മാർവിൽ ചാരിയ കർത്താവ് അത്ര മഹത്വപൂർണനാണെന്നുള്ളത്. അവൻ ആരാണ്? അവൻ മൂലം അവനായിട്ട് സകലവും സൃഷ്ടിച്ചു. അവന്റെ ശക്തിയുള്ള വാക്കാൽ സകലത്തെയും വഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോകത്തെക്കുറിച്ചും ലോകത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും അതുപോലെ ഇതിനെ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്പമായി ചിന്തിപ്പാനും പഠിക്കുവാനും വായിപ്പാനും പ്രസംഗിപ്പാനും ഒക്കെ ഇടയായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ്, അവന്റെ ശക്തിയുള്ള വാക്കാൽ സകലത്തെയും വഹിക്കുന്നു. ഈ ഹോൾസ്, ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാല് അതിന്റെ പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം കൂടെ നമുക്കറിയാം എന്തോ ഫോഴ്സ് കൊണ്ട് അതിനെ അടുത്തോട്ട് പിടിച്ചു വെച്ചിരിക്കുക. എന്തോ ഫോഴ്സ് ആർക്കും അറിയത്തില്ലേ. ആ ന്യൂട്രോണും പ്രോട്ടോണും എല്ലാം കൂടെ ഒരു ന്യൂക്ലിയസിന്റെ അകത്ത് പിടിച്ചു വെച്ചിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ആറ്റമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു ശക്തി അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഹോൾഡ് ചെയ്യുന്നത്, സൂര്യചന്ദ്രന്മാര്, ഈ ഭൂമി, ഈ ഗോളങ്ങളൊക്കെ അതിന്റെ ബന്ധാവിൽ നിന്ന് മാറാതെ അത് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ശക്തിയുള്ള വാക്കാൽ അവൻ വഹിക്കുകയാണ്. ഈ ഹോൾ സെറ്റപ്പ് അവനെ ആ വിധത്തിൽ യോഹന്നാൻ കണ്ടില്ലേ, ശിഷ്യന്മാർ കണ്ടില്ലേ, അവന്റെ ആ മജസ്റ്റി അവർ കണ്ടില്ലേ. പിതാവ് എന്ത് ചെയ്തു? അങ്ങോട്ട് കാണിച്ചു കൊടുത്തു അവന്റെ മഹത്വം. അവന്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തിയപ്പോഴാണ് മനുഷ്യനെ പോലെ അവന്റെ കാൽക്കൽ വീണത്. എത്ര മഹത്വമുള്ളമായ ഒരു വെളിപ്പാടാണ്. നാം സ്നേഹിക്കുന്ന, നാം സേവിക്കുന്ന ആ കർത്താവ് എത്ര മഹത്വമുള്ളതെന്ന് മാത്രമല്ലേ ഇത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ 1-ാം അധ്യായം മാത്രം പഠിച്ചാൽ മതി. ഈ ലോകത്തിൽ ജീവിക്കാൻ ധൈര്യം നമുക്ക് ലഭിക്കുന്ന വലിയൊരു എൻകറേജ്മെന്റ് ആണ് ഈ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് തരുന്നത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്, റെവലേഷൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചങ്ങ് അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ അവിടെ മാത്രമല്ല, അടുത്തൊന്ന് നോക്കിയേ, വെളിപ്പാടെന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിപ്പാൻ ദൈവം അത് അവന് കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്, ശരിയാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞ് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുവാൻ അത് വളരെ പ്രാധാന്യതയുണ്ട്.
വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം പ്രൈമറിലി ഈസ് എ പ്രൊഫറ്റിക്കൽ ബുക്ക്. ഇതൊരു പ്രവചന പുസ്തകമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേഗത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അത് തന്റെ ദാസന്മാർ അറിയാൻ വേണ്ടിയാണ് ദൈവം അത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു വെളിപ്പാടാണ്, തന്റെ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഭാവി തന്റെ പുത്രനോട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അവനെ പിരിഞ്ഞൊരു ഭാവിയില്ല. പ്രവചനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, അവന്റെ വരവാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എവറിത്തിങ്, പണ്ടുള്ളത് മുഴുവൻ അങ്ങോട്ട് ചിന്തിച്ചാൽ ഇത് മുഴുവൻ പോയി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ വരവിനുള്ള ബന്ധത്തിലാണ്. അവൻ ഒന്നാമത് വന്നത്, ഇനി കുറച്ച് പുറകോട്ട് ചിന്തിച്ചാൽ ഇസ്രായേലിനെ വേർതിരിച്ചെടുത്തത് അവരിൽ കൂടെ ദൈവപുത്രൻ ജനിക്കണം. വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, അവരിൽ നിന്നല്ലോ യെശയ്യാ 9:7 വായിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ രാഷ്ട്രത്തെ ഒരുക്കി അവരിലൂടെ യേശുക്രിസ്തു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഒരു സഭയെ അവൻ സമ്പാദിച്ചു, അവർക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോയി, അവൻ മടങ്ങി വരുന്നു. അപ്പം പഴയ നിയമ ഏടുകൾ ശ്രദ്ധിച്ചാൽ അത് മുഴുവൻ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ പിന്നീടുള്ള സംഭവങ്ങൾ മുഴുവൻ തന്റെ രണ്ടാം വരവിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. പണ്ടുള്ളത് മുഴുവൻ തന്റെ മഹത്വ പ്രത്യക്ഷതയിലേക്ക് പോകുന്നെങ്കിൽ പിന്നീടുള്ളത് മുഴുവൻ വാസ്തവത്തിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവനാണ് പ്രവചനത്തിന്റെ കേന്ദ്രം. സകല സംഭവങ്ങളിലും അവനിലേക്കും അവനിൽ നിന്നും അത് മുന്നോട്ട് പോകുന്നത് അവിടെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കാം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നൊക്കെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ 18 പ്രാവശ്യം വെളിപ്പാടെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്ത നിലകളിൽ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓർത്തതുപോലെ മറനീക്കി കാണിക്കുക എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ഏറിയ പങ്കും. വേണമെങ്കിൽ ഒരു വാക്യം വേണേൽ വായിക്കാം. ഗലാത്യലേഖനം 1:12 വാക്യം ഇവിടെ വായിക്കുന്നത് പോലെ തന്നെ അതേ ആശയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് ഇത് പ്രാപിച്ചത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് ആ വാക്ക് 18 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് അൺവെയിലിംഗ്, മറനീക്കി കാണിച്ച് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കാൻ കൊടുത്തു. എന്നാൽ നമ്മൾ അവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കുന്നു. നമ്മുടെ കയ്യിൽ വരാൻ ദൈവം എന്താ ചെയ്തത്? ആ 1-ാം വാക്യത്തിൽ ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവനത് തന്റെ ദാസന്മാർക്ക് ലഭിക്കാനായിട്ട് എഴുതിയിരിക്കണം. ദൈവം തന്റെ പുത്രന് കൊടുത്തു, അവനത് ദൂതൻ മുഖാന്തരം യോഹന്നാന് കാണിച്ചു. യോഹന്നാൻ അത് പ്രദർശിപ്പിച്ചതെല്ലാം എഴുതി തന്റെ ദാസന്മാരുടെ കയ്യിൽ കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ, പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ദൈവം ഒരു എഴുത്തെഴുതി തന്റെ പുത്രന്റെ കൈ കൊടുത്തു. ഇത് ഇവിടെ കൂടുന്ന എന്റെ ദാസന്മാരത് മനസ്സിലാക്കണം. ദൈവം കർത്താവ് അത് ഒരു ദൂതന്റെ കൊടുത്ത് ഇത് മുഴുവൻ യോഹന്നാന് കാണിച്ചു കൊടുത്തു. യോഹന്നാൻ അത് മുഴുവൻ എഴുതി ഒരു ഗ്രന്ഥത്തിലാക്കി തന്റെ ദാസന്മാർക്ക് കാണുവാൻ, അറിയുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലോട്ട് വന്ന ഒരു എഴുത്താണ്, വെളിപ്പാടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നേരിട്ട് തന്റെ ദാസന്മാർക്ക് അറിയുവാനായിട്ട് കൊടുത്ത കാര്യങ്ങളാണ്. ഇനി ഇവിടെ വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിന്റെ പഠനം നമ്മൾ നോക്കിയാൽ മറ്റു പുസ്തക പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാരണമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മറ്റു പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ അവരങ്ങ് പ്രവചിക്കുക, ദൈവം പറഞ്ഞത് അല്ലെങ്കിൽ ആത്മാവിനാൽ അവർ പ്രവചിക്കുക. എന്നാൽ ഈ പുസ്തകം പ്രവചന പുസ്തകമാണെങ്കിലും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണിച്ചു. 140 പ്രാവശ്യം ഞാൻ കണ്ടു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. 140 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ താൻ കാണുകയാണ്. ഇനി അവസാനത്തെ വാക്യം നോക്കി, 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 22:8. അതായത് ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോഴും പറയുന്നു, ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ 140 പ്രാവശ്യം ഞാൻ കണ്ടു എന്നെഴുതിയിട്ട് അവസാനം പറയാണ്, ഐ സോ, ബിഹോൾഡ്, ഐ സോ, ഞാനത് കണ്ടു. ദൈവം അത് കാണിച്ചു കൊടുക്കുകയായിരുന്നു, യോഹന്നാന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ സംഭവിക്കുമോ? അങ്ങനെ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചോ മനുഷ്യനെ കൊണ്ടോ അത് സാധിക്കുകയില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്തു? അവനെ ആത്മാവിലാക്കിയിട്ട്
നമുക്ക് ആ വാക്യം പിന്നീട് കാണാം. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, ഞാൻ ആത്മാവിലായിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഘോരയുദ്ധങ്ങൾ, ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ട് യോഹന്നാനോട് പറഞ്ഞു, നീ കണ്ടതൊക്കെ അങ്ങോട്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. താൻ കണ്ടത് സാക്ഷീകരിച്ചു. ഇനിയും ഇവിടെയാണ് നമ്മൾ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ഈ ആധുനിക ലോകത്തിന്റെ യുദ്ധങ്ങളും അതുപോലുള്ള സംഭവങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നീ എഴുതാൻ പറഞ്ഞു. എങ്ങനെ എഴുതും? ഞാൻ ചോദിച്ചോട്ടെ, യോഹന്നാൻ ഒരു സൈക്കിൾ കണ്ടിട്ടില്ലേ? യോഹന്നാൻ വാളുകൊണ്ടും കുന്തം കൊണ്ടും യുദ്ധം ചെയ്യുന്ന പടയാളികളെ കണ്ടിട്ടുള്ളൂ. യോഹന്നാനെ കാണിച്ചു കൊടുത്തത് പാറ്റൻ ടാങ്കുകളും മിസൈലുകളും അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ വാറ യോഹന്നാനെ കാണിച്ചു കൊടുത്തു. 2000 വർഷം മുമ്പ് ജീവിച്ചിരിക്കുന്ന യോഹന്നാൻ എങ്ങനെ എഴുതും? അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ താൻ എഴുതുന്നത്, കുതിരയുടെ തല സിംഹത്തിന്റെ തല പോലെ ആയിരുന്നു. തല സിംഹത്തിന്റെ തലയാണെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ദ ഹെഡ് ഓഫ് എ ലയൺ എന്നിട്ട് എഴുതി, അതിന്റെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പോന്നു, അതിന്റെ ബാധയാൽ മനുഷ്യരിൽ 1/3 ചത്തുപോന്നു. സിംഹം തീ തുപ്പുന്നതല്ലേ. ആധുനിക യുദ്ധത്തിൽ ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ നടക്കുന്ന യുദ്ധത്തെ യോഹന്നാനെ ആത്മാവിൽ കൊണ്ടുവന്ന് ദൈവം കാണിച്ചു കൊടുത്തിട്ട് നീ കണ്ടതെഴുതുവാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് 140 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് താൻ അങ്ങോട്ട് എഴുതി തുടങ്ങിയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ഇത് എഴുതുവാൻ ബുദ്ധിമുട്ടായി. തനിക്കറിയാവുന്ന ഭാഷയിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് താൻ അത് എഴുതി തരികയാണ്. അതിന്റെ തല സിംഹത്തിന്റെ തല പോലെയാണ്, അതിന്റെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പോകുന്നു. ഇന്ന് നമുക്ക് വായിക്കുമ്പോൾ അറിയാം അതൊരു തെർമോ ന്യൂക്ലിയർ വാറാണ്. നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതാണ് C.S. സ്കോഫീൽഡും മറ്റും എഴുതിയത്. കാലം അതിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ ദൈവം അത് തുറന്നു തരുമ്പോൾ അന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാകുവാൻ ഉതകുന്ന വിധത്തിൽ രൂപക അലങ്കാരത്തിൽ സിംബോളിസത്തിലാണ് ഈ പുസ്തകം എഴുതി തന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനു മുമ്പുള്ളവർ ഇത് വായിച്ചാൽ എങ്ങനെ മനസ്സിലാകും? 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അവന്റെ മുദ്ര കൊടുക്കുന്നു അന്തിക്രിസ്തു, അവന്റെ മുദ്രയുള്ളവനെ വിൽക്കാനും വാങ്ങാനും കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ആരെന്തോ മനസ്സിലാക്കും? ഇന്ന് എത്ര ക്ലിയർ ആണ്. അതൊരു മാർക്കാണ്, കമ്പ്യൂട്ടറൈസേഷൻ ആണ്, അതിന്റെ കോഡിംഗ് സിസ്റ്റത്തിന്റെ മാർക്കാണെന്നൊക്കെ ഇന്നത് വായിച്ചു മനസ്സിലാക്കാൻ എത്ര എളുപ്പമാണ്. കാലം അതിന്റെ അന്ത്യത്തിൽ വന്നപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ദൈവം ആ വിധത്തില് ഇടയാക്കി തീർത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് വളരെ ഗൗരവമായി വീണ്ടും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം ഇതെല്ലാം ഈ വിധത്തിൽ എഴുതി തന്നത് തന്റെ ദാസന്മാരെ കാണിക്കാനാണ്. നമ്മള് ഈ ഭാഗം ഓർക്കുമ്പോൾ ഒത്തിരി നന്ദിയോടുകൂടെ ദൈവത്തെ ഓർക്കുവാനായിട്ട് കഴിയും. സോദോം ഗോമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാനിതെങ്ങനെ മറച്ചു വെക്കും. ദൈവം നമ്മളെ അത്ര അടുത്തു കൊണ്ടുവന്നു. വി ആർ ദ മോസ്റ്റ് ക്ലോസസ്റ്റ് പീപ്പിൾ. അതായത് ദൈവത്തോട് ഇതുപോലെ അടുത്ത മറ്റൊരു ജനമില്ല. ആര്? അവന്റെ കാന്ത. നമുക്ക് ലഭിച്ച പദവിയും ഉന്നത പദവിയും, നമുക്ക് ലഭിച്ച അഭേദ്യമായ ബന്ധവും. നമ്മൾ 4-5 അധ്യായത്തിൽ വരുമ്പോൾ കുഞ്ഞാട് സിംഹാസനത്തിലിരിക്കുന്നു, ദൈവം സിംഹാസനത്തിലിരിക്കുന്നു. ആ സിംഹാസനത്തോട് ചേർത്ത് 24 സിംഹാസനം, ദൈവസഭ അതോട് ചേർന്നിരിക്കുമ്പോൾ ബാക്കിയുള്ള ദൂതന്മാരും ബാക്കിയുള്ള സംഘങ്ങളും സെറാഫുകളൊക്കെ അവരുടെ ചുറ്റും നിൽക്കുകയാണ്. ഏറിയ ദൂതന്മാർ ചുറ്റും നിൽക്കുമ്പോൾ ആ ദൈവത്തോടും കുഞ്ഞാടിനോടുമുള്ള സിംഹാസനത്തോട് അടുത്ത് നിൽക്കുന്നു ആര്? ഞാനും നിങ്ങളും. ആ 24 മൂപ്പന്മാർ ദൈവസഭയാണ്. ദൈവസഭയാണെന്ന് പഠിക്കുമ്പോൾ ആ ഭാഗം എടുത്ത് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കും. നമ്മളെ അത്ര ക്ലോസ് ആയിട്ട് കൊണ്ടുവന്ന് അവന്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. യെസ്, ദൈവത്തിന് അവന്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 1:9-10 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവന്റെ ഹൃദയത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അതെല്ലാം കാലത്തിന്റെ തികവിൽ വീണ്ടും എല്ലാം സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന് കാലസംഭവണതയുടെ വ്യവസ്ഥയ്ക്കായി. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ തന്റെ ഹൃദയത്തിന്റെ മർമ്മം നമ്മോടറിയിച്ചു. നമുക്കത് വെളിപ്പെടുത്തി തന്നു. തന്റെ ദാസന്മാരത് കാണണം, തന്റെ ദാസന്മാരത് കാണണം, അവരറിയണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് ഇത് വെളിപ്പെടുത്തുമ്പോൾ ദൈവം അവിടെ വീണ്ടും രേഖപ്പെടുത്തി വേഗത്തിൽ സംഭവിക്കാനുള്ളത് അറിയിക്കും. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്യമാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഈ വേഗത്തിൽ സംഭവിക്കാന്നുള്ളത്? നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ ആ ഡിവിഷൻ, അതായത് 1:19 വാക്യം, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത് വായിക്കുമ്പോൾ
ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് സഭാകാലയളവാ. അപ്പൊ സഭാകാലയളവിൽ സംഭവിക്കുന്നത് വെളിപ്പെടുത്തിയപ്പോൾ അത് ദൈവത്തിന്റെ ദാസന്മാരെ അറിയാൻ വേണ്ടി വെളിപ്പെടുത്തിയതാണ്. ആ വിധത്തിൽ കാലത്തിന്റെ സഭയുടെ ആരംഭം തൊട്ട് അതിന്റെ കൺസുമേഷൻ, 1000 ആണ്ട് വാഴ്ച, പുതിയ ഭൂമി, ദൈവത്തിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് എല്ലാം നമുക്കവിടെ കണ്ടു മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തിരിക്കുകയാണ്. അവന്റെ നാമം മഹത്വപ്പെട്ട. വെളിപാട് പുസ്തകത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ ഭാഗ്യവർണ്ണന പറയുമ്പോൾ ഈ വെളിപാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം ഭാഗ്യവർണ്ണന പറയുന്നുണ്ട്. 7 ഇതിനകത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 7 പ്രാവശ്യം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ വാക്യം നോട്ട് ചെയ്ത് കൊള്ളുക. 1-ാം അധ്യായത്തിൽ 3-ാം വാക്യം, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 2-ാമത് 14:13, 3-ാമത് 16:15, പിന്നീട് 19:9, പിന്നീട് 20-ാം അധ്യായത്തിന്റെ 6, പിന്നീട് 22:7, പിന്നീട് 22:14. അങ്ങനെ 7 പ്രാവശ്യം ഭാഗ്യവാൻ, ബ്ലെസ്സഡ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചു, ഞാൻ കണ്ടു എന്ന് യോഹന്നാന് പ്രദർശിപ്പിച്ചു, അവൻ കണ്ടു. നീ കണ്ടത് ഒരു പുസ്തകത്തിൽ എഴുതുവാനായിട്ട് ആവശ്യപ്പെട്ടു. 2-ാം വാക്യത്തിൽ കണ്ടു എന്ന് ഈ 1-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം പറയുന്നുണ്ട് താൻ കണ്ടു എന്നുള്ളത്. 1-ാം വാക്യത്തിലുണ്ട്, 2-ാം വാക്യത്തിലുണ്ട്, 11-ാം വാക്യത്തിലുണ്ട്, 12-ാം വാക്യത്തിലുണ്ട്, 13-ാം വാക്യത്തിലുണ്ട്, 17-ാം വാക്യത്തിലുണ്ട്, 19-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ഈ 1-ാം അധ്യായത്തിൽ തന്നെ 7 പ്രാവശ്യം കണ്ടു എന്ന് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ബ്ലെസ്സഡ്നെസ്, അനുഗ്രഹം അല്ലെങ്കിൽ സന്തോഷം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കതിന്റെ ഏറ്റവും കാതലായ ഒരു ഭാഗം കൂടെ ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകാം. 4-ാം വാക്യം തുടങ്ങി. യോഹന്നാൻ ആസ്യയിലെ 7 സഭയ്ക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന് അവന്റെ സിംഹാസനമുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തനുമായവന് എന്നേക്കും മഹത്വം ബലവുമാവി. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമേൻ. നമ്മള് 5 തൊട്ട് 7 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു 3 കാലത്തിൽ, അതായത് നമ്മോട് ചെയ്യുന്ന കാര്യം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അതിന്റെ 5-ാം വാക്യം പാസ്റ്റ്, യേശുക്രിസ്തു കഴിഞ്ഞ കാലത്തിൽ നമുക്ക് എന്ത് ചെയ്തു. 6-ാം വാക്യത്തിൽ ഇന്ന് യേശുക്രിസ്തു നമ്മോട് എന്ത് ചെയ്യുന്നു, പ്രസന്റ്. 7-ാം വാക്യത്തിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. 5-ാം വാക്യത്തിൽ പാസ്റ്റ്, കഴിഞ്ഞ കാര്യം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു. 6-ാം വാക്യത്തിൽ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു. 7-ാം വാക്യത്തിൽ ഭാവിയിൽ അവൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഈ 3 വാക്യത്തിൽ ഇൻട്രഡക്ഷനിൽ പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. യേശുക്രിസ്തു എന്താ ചെയ്തത്? അതിന്റെ 5-ാം വാക്യത്തിൽ അവൻ വിശ്വസ്ത സാക്ഷിയായിരുന്നു, മരിച്ചവരിൽ ആദ്യജാതനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച് പറയും. അവൻ വിശ്വസ്ത സാക്ഷിയായി, ദൈവത്തിന്റെ സാക്ഷിയായി, എല്ലാം താൻ സാക്ഷിച്ചു. ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ഞാൻ സമയമനുസരിച്ച് അടുത്ത ആഴ്ചയിൽ അതെടുക്കാം സമയമുണ്ടെങ്കിൽ. 6-ാം വാക്യത്തിൽ നമ്മെ തന്റെ രക്തത്താൽ വിടുവിക്കും. അത് പ്രസന്റൻസ് ആണ്. അവൻ നമ്മെ തന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കുന്നു. നമ്മെ അവന്റെ രാജ്യവും പിതാവിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കുന്നു. പ്രസന്റൻസ് ആണ്. തന്റെ രക്തത്താൽ നമ്മളെ വിടുവിക്കുന്നു, തന്റെ രക്തത്താൽ നമ്മളെ കഴുകി വെടിപ്പാക്കുന്നു, അവന്റെ രാജ്യത്തിലേക്ക്, പിതാവിന്റെ രാജ്യത്തിലേക്ക് ജനങ്ങളെ ആക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം 7-ാം വാക്യത്തിൽ ഭാവിയിൽ അവൻ മേഘാരൂഢനായി വരുന്നു. അവൻ മേഘാരൂഢനായി വരുന്നു. എന്നാൽ ആ ഭാഗം മാത്രം ഞാൻ എടുത്ത് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അവന്റെ മഹത്വപൂർണമായ വരവ് 7 പ്രാവശ്യമെങ്കിലും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മേഘത്തിൽ വരുന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രാവശ്യം. അവിടെ എല്ലാം 7ന്റെ സംഖ്യ കാണാം. 7 പ്രാവശ്യമെങ്കിലും മേഘത്തിൽ അവൻ വരുന്നത് പറയുന്നു. കർത്താവ് മേഘത്തിൽ വരുന്നത് പറയുമ്പോൾ, കർത്താവ് മേഘത്തിലാണ് എടുത്തുകൊള്ളപ്പെട്ടത്. അപ്പോസ്തലപ്രവൃത്തി 1:9. കർത്താവ് മേഘത്തിലാണ് മടങ്ങി വരാൻ പോകുന്നത്. മത്തായി 24:30. മത്തായി 24:30 നോക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ ആകാശ മേഘങ്ങളിൽ വരും. 7 പ്രാവശ്യം
പുതിയ നിയമത്തിൽ മേഘത്തിൽ അവൻ വരുമെന്ന് പറയുന്നുണ്ട്. മേഘാരൂഢനായി വരുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:9 അവൻ മേഘത്തിൽ എടുത്തുകൊള്ളപ്പെട്ടു. ശരിയാണ്, അവൻ മേഘത്തിൽ വരും. 26 അധ്യായത്തിന്റെ 64 വായിക്കുമ്പോൾ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണുമെന്ന് പറയുന്നു. ഏത് കണ്ണും. എന്നാൽ 26 അധ്യായത്തിന്റെ 64 വാക്യം നോക്കാം. 26:64 കയ്യഫാവിനോട് കർത്താവ് പറയുന്ന വാക്കാം. യേശുവിനോട്, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. കയ്യഫാവിനോട് പറയുകയാണ്, ദൈവപുത്രൻ ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. കയ്യഫാവ് കാണുമോ? കയ്യഫാവ് കാണുമോ കർത്താവായ യേശുക്രിസ്തു വരുന്നത്? ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് നോക്കിയപ്പോൾ വളരെ പ്രസിദ്ധന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏത് കണ്ണും അവനെ കാണും. ഏത് കണ്ണും. ആ വചനം ശ്രദ്ധിക്കുക. ഏത് കണ്ണും. കയ്യഫാവിനോട് കർത്താവ് പറഞ്ഞു. കർത്താവിനെ ശിക്ഷ വിധിച്ച, കർത്താവിനെ തിരസ്കരിച്ച കയ്യഫാവിനോടും പറഞ്ഞു, നീയും കാണും മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഏത് കണ്ണും കാണുമെന്ന് പറഞ്ഞാൽ ഭൂലോകത്തിൽ മാത്രമല്ല, കയ്യഫാവും മറ്റും പാതാളത്തിൽ കിടക്കുന്നു. അവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പാതാളത്തിൽ കിടക്കുന്നവരും അത് കാണാൻ ദൈവം ഇടയാക്കും. അവന്റെ മടങ്ങി വരവ്, കാരണം അത് മഹത്വപൂർണമായ വരവാണ്. ആ വരവ് എല്ലാ മനുഷ്യരും കാണുക മാത്രമല്ല, എങ്ങനെയൊക്കെ അത് കാണാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ വചനത്തിൽ വായിക്കുന്നു, അവൻ ഒന്നാമത് വന്നപ്പോൾ ഒരു കീറ്റിശീലയിൽ പൊതിഞ്ഞ കുഞ്ഞായി, പാർപ്പാൻ ഇടമില്ലാതെ ഗർഭിണിയായ മറിയ പ്രസവിപ്പാൻ വീടുകൾ അന്വേഷിച്ച് നടന്നപ്പോൾ ഇവിടെ സ്ഥലമില്ല എന്ന വാക്കുകൾ കേട്ട് മറിയ ഉഴന്ന് നടന്നെങ്കിൽ അവൻ ആരായിരുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തും. സ്വർഗത്തിലെ സൈന്യം അവനെ അണിനിരക്കും. സകല ശക്തിയുള്ള ദൂതന്മാരും സകല വിശുദ്ധന്മാരും അവനെ അണിനിരക്കുമ്പോൾ, തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, അഗ്നിജ്വാലയിൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏത് കണ്ണും അവനെ കാണും. എന്തൊരു സംഭവമായിരിക്കും. വചനത്തിൽ വായിക്കുന്നു, അന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും അവനെ നോക്കി കരയുന്ന ദിവസമായിരിക്കും. അവനെ കുത്തിയവർ മാത്രമല്ല, സകല മനുഷ്യരെ കരയും. ഭൂമിയിലെ സകല മനുഷ്യരും അവനെ നോക്കി വിലപിക്കുന്ന ഒരു ദിവസം. പക്ഷെ ഞാൻ പലപ്പോഴും ഓർക്കും, കർത്താവേ, ആ വരവ് എന്തൊരു മഹത്വപൂർണ്ണമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സൗരസ്വരന്മാരെ, അവൻ ആ തേജസ്സിൽ വരുമ്പോൾ യൂദ രേഖപ്പെടുത്തി 1000 വിശുദ്ധന്മാരോടുകൂടെ അവൻ വരും. നമ്മളൊരു കാര്യം മറക്കരുത്, അവൻ ആ തേജസ്സിൽ വരുമ്പോഴും അവന്റെ പുറകിൽ നമ്മളും ഉണ്ടായിരിക്കും. അവന്റെ പുറകിൽ അണിനിരന്ന സ്വർഗത്തിലെ സൈന്യങ്ങൾ, സകല ശക്തിയുള്ള ദൂതന്മാർ മാത്രമല്ല, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാവപ്പെട്ട സഭ, ആ മഹത്വപൂർണമായ പ്രത്യക്ഷതയിൽ അവന്റെ പുറകിൽ അണിനിരന്നുണ്ടായിരിക്കും. നമ്മുടെ പദവി എത്ര വലുതാണ്, നമ്മളെക്കുറിച്ചുള്ള അവന്റെ ചിത്രം എത്ര വലുതാണ്. അവൻ ശക്തിയുള്ള ദൂതന്മാരോടുകൂടെ 1000 വിശുദ്ധന്മാരോടുകൂടെ അവൻ ഈ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവന്റെ കാന്തയ്ക്കും അതിന്റെ അവകാശം അവൻ കൊടുക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി ചോര ചിന്തി നമ്മളെ വീണ്ടെടുത്തു. നമ്മൾ ഓർത്തതുപോലെ അവന്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുന്നു. അവൻ നമ്മെ വിടുവിച്ചെങ്കിൽ അവരെ അവൻ എത്രയോ കരുതുന്നു. അവരുടെ മഹത്വം എത്രയോ വലുതാണ്. ഞാൻ വാക്യമെടുക്കാതെ പറയട്ടെ. പിതാവേ, നീ എനിക്ക് ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വം എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ആ മഹത്വം ചോദിച്ചു മേടിച്ചിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആർക്ക്? അവന്റെ പാവപ്പെട്ട സഭയ്ക്ക്. പിതാവിനോട് മഹത്വം ചോദിച്ചു മേടിച്ചിട്ട് ആ മഹത്വം അവന്റെ സഭയ്ക്കും അവൻ കൊടുത്തു. നമ്മൾ അവനോട് കൂടെ, അവനെ പിരിഞ്ഞൊരു അവസ്ഥയില്ലേ, അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നാമം വെളിപ്പെടും. അവനെ നമുക്ക് സ്നേഹിക്കാം. ഇത്ര വലിയൊരു കർത്താവിനെ പിൻപറ്റുവാനുള്ള ഭാഗ്യം, അറിയുവാനുള്ള ഭാഗ്യം, സേവിപ്പാനുള്ളൊരു ഭാഗ്യം പാവപ്പെട്ട നമുക്ക് നൽകി എന്നുള്ളത് എത്രയോ വലിയ ഭാഗ്യം. നമ്മൾ എത്രയോ നന്ദിയോടുകൂടെ ഭക്തിയോടുകൂടെ അവനെ സേവിപ്പാൻ കടംപെട്ടവരാണ്. അതിനെ ദൈവം ഇടയാക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.